Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. MC റോഡിൽ മരണക്കുഴികളുടെ ഘോഷയാത്ര. അങ്കമാലി LF ജംഗ്ഷനിൽ കുഴിയിൽ വാഴ നട്ട് BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ചൂടാറും മുമ്പ് നായത്തോട് കവലയിൽ സ്കൂട്ടർ കുഴിയിൽ ചാടി അപകടം. എണ്ണാമെങ്കിൽ എണ്ണിക്കോ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറയേണ്ടി വരുന്നത് പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ചല്ല, MC റോഡിലെ കുഴികളെ കുറിച്ചാണ്. MC റോഡിൽ അങ്ങോളം ഇങ്ങോളം കുഴികളുടെ പ്രളയമാണ്. ചെറുതും വലുതുമായ നൂറുകണക്കിന് കുഴികളാണ് റോഡിൽ വാ പിളർന്ന് ഇരകളെ കാത്തിരിക്കുന്നത്. അങ്കമാലി കാലടി റോഡിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി കവല, നായത്തോട് എയർപോർട്ട് ജംഗ്ഷൻ, വേങ്ങൂർ ഡബിൾ പാലം എന്നിവിടങ്ങളിലെല്ലാം മരണക്കുഴികളാണുള്ളത്. ഇതിൽ നായത്തോട് ജംഗ്ഷനിലെ കുഴിയിൽ ചാടിയാണ് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റത്. ദിനം പ്രതി എന്നോണം ഒട്ടേറെ പേർക്ക്, പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രികർക്ക് കുഴികളിൽ ചാടി പരിക്കേൽക്കുന്നുണ്ട്. ഓരോ വർഷവും കാലവർഷക്കാലത്ത് റോഡുകളിൽ കുഴികൾ ഉണ്ടാകുന്നത് പതിവാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പരിഹാര മാർഗങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് പൊതുമരാമത്ത് വകുപ്പ് പുലർത്തി വരുന്നത്. മരണഗർത്തങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണി സംബന്ധിച്ച് മൈൻഡ് ഓഫ് അങ്കമാലി നിരന്തരം വാർത്തകൾ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് BJP അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റി വിഷയത്തിൽ ഇടപെടുന്നത്. കുഴികൾ ഉയർത്തുന്ന ഭീഷണിയും നിരന്തരമുണ്ടാകുന്ന അപകടങ്ങളും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു പരിഹാര മാർഗങ്ങളും ഉണ്ടാകുന്നില്ലെന്ന് BJP ചൂണ്ടിക്കാട്ടുന്നു. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് മുൻപിലെ പടുകുഴിയിൽ വാഴ നട്ടുകൊണ്ടായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. കാരണം പലതവണയായി ഞങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ PWD ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും അവർ നാളെ ശരിയാക്കും എന്ന് പറയുന്നതല്ലാതെ ഈ റോഡിന്റെ അവസ്ഥ പഴയതിനേക്കാളും മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അനുദിനം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്ന ഒരു കാര്യം അതാണ്, മഴ പെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് റീടാറിംഗ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന്. പക്ഷേ ഈ മഴയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവർ ഇതിനു വേണ്ടാവുന്ന മെയിൻ്റനൻസ് പണികൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നമുക്കറിയാൻ സാധിക്കുന്നത് ഈ കോൺട്രാക്ടർക്ക് പണം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മെയിൻ്റനൻസ് വർക്കുകൾ ഇന്ന് ഈ PWD റോഡുകൾ നടക്കാത്തത്. ഇത് അങ്കമാലിയിൽ മാത്രമല്ല, ഈ കേരളം ഒട്ടാകെയുള്ള എല്ലാ റോഡുകളുടെയും അവസ്ഥ ഇതിന് ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. എന്നിരുന്നാലും ഇതൊരു സൂചനയായിട്ടുള്ള സമരമാണ്. ഈ പ്രതിഷേധ സമരം ഇതുകൊണ്ട് തീർക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വരും ദിവസങ്ങൾക്കുള്ളിൽ ഈ അങ്കമാലി MC റോഡിന്റെ ഈ ശോചനാവസ്ഥ പരിഗണിക്കാൻ ഇവിടുത്തെ PWD അധികാരികൾ ശ്രമിച്ചില്ല എങ്കിൽ അതിന് തക്കതമായ പ്രതിഷേധ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരുമെന്ന് മാത്രം ഈ അവസരം സൂചിപ്പിച്ചുകൊണ്ട്, നിരവധി പേർ റോഡ് മുറിച്ചു കടക്കുന്ന സീബ്ര ലൈനിൽ തന്നെയാണ് വലിയ കുഴികളുള്ളത്. ഇത് കാൽനടക്കാർക്കും ഭീഷണിയാകുന്നുണ്ട്. ഇപ്പോൾ നടന്നത് ഒരു സൂചനാ സമരം മാത്രമാണെന്നും തക്കതായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. നമുക്കറിയാം, ബ്ലോക്ക് കൊണ്ട് അങ്കമാലി ഗതാഗത തടസ്സം കൊണ്ട് ജാതി കേട്ട ഒരു പട്ടണമാണ് അങ്കമാലി പട്ടണം. ഇന്ന് കേരളത്തിന്റെ അങ്ങേറ്റം കൊണ്ട് ഇങ്ങേറ്റം വരെ നമ്മുടെ അങ്കമാലി പട്ടണത്തെ കുറിച്ച് പറഞ്ഞാൽ വളരെയധികം മോശമായിട്ടൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിത്യേന എന്നോണം അങ്കമാലിയിൽ നിന്ന് കാലടി പ്രദേശത്തേക്ക് കുഴികൾ, റോഡിലെ കുഴികൾ മൂലം എല്ലാ ദിവസവും എന്നോണം 2-3 അപകടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ അങ്കമാലി പ്രദേശമുള്ളത്.
ഇവിടെ ഈ പട്ടണത്തിൽ നിന്നും അങ്കമാലി LF ആശുപത്രിയുടെ മുമ്പിൽ നിന്നും ആരംഭിക്കുന്ന ഈ കുണ്ടും കുഴിയും അങ്ങ് കാലടിപ്പാലം കഴിയുന്നവരെ ഉള്ള ഈ സാഹചര്യത്തിൽ നിരവധി ആളുകളുടെ ബുദ്ധിമുട്ട്, ആശുപത്രിയിലേക്കുള്ള യാത്ര, എയർപോർട്ടിലേക്കുള്ള യാത്ര, ഇതിനെല്ലാത്തിനും വിഘ്നം വരുത്തിക്കൊണ്ട് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയും അതേപോലെ മരാമത്ത് വകുപ്പ് മന്ത്രിയും എല്ലാവരും നിത്യേന നിയമനം സഞ്ചരിക്കുന്ന ഈ റോഡിന്റെ ഈ അവസ്ഥ കറുത്ത തുണി കൊണ്ട് കെട്ടി എന്ന പോലെ അവർ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ, അവര് പോലീസിന്റെ എല്ലാം ഉപയോഗിച്ച് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ സാധാരണക്കാരൻ്റെതായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ട്. അവരതൊന്നും കാണാത്ത രീതിയിൽ പോകുമ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശക്തമായ സമരത്തിൽ ഇതൊരു വളരെ പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു പ്രതീകാത്മകമായ സമരമാണ്. ഈ സമരത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ സമാനതകളില്ലാത്ത സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുമ്പിട്ട് വരും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.